Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും SK ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സ്വിംഗ് സ്റ്റോക്കുകളല്ല പരിചയപ്പെടുന്നത്. ഒരു 50 രൂപയിൽ താഴെ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റോക്കിൻ്റെ ചാർട്ടിൽ പോയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. കൂടാതെ നമുക്ക് ആ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോവാം. ഒന്ന് രണ്ട് പോസിറ്റീവ് കാര്യങ്ങളും ഉണ്ട്, പക്ഷേ ഫണ്ടമെൻ്റ് കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളും എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. കാരണം നമ്മൾ അക്യുമുലേഷൻ ചെയ്യേണ്ട റേഞ്ചുകൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മളൊരു PDF പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചിരുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ മൊത്തമായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ടതും പോയിട്ട് നമ്മൾ സ്റ്റോക്ക് ബൈ സെല്ല് അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. നമ്മളത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓരോ റേഞ്ചുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാനും അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഈ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റലോട്ട് പോവാം. അതിനുശേഷം നമുക്ക് ടെക്നിക്കലി എങ്ങനെയാണ് സ്റ്റോക്കിൻ്റെ ചാർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. സ്റ്റോക്കിൻ്റെ പേര് NMDC സ്റ്റീൽ ലിമിറ്റഡ് എന്നാണ്. സ്റ്റോക്ക് ഒരു 12,942 crore മാർക്കറ്റ് ക്യാപ്പുള്ളൊരു കമ്പനിയാണ്. പക്ഷേ സ്റ്റോക്കിൻ്റെ പ്രൈസ് ചെറുതാണ്, എന്നാലും കുഴപ്പമില്ലാത്ത മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. പക്ഷേ ROC ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവാണ്. അപ്പോൾ അത് നല്ലൊരു പോസിറ്റീവ് ഘടകമല്ല. പക്ഷേ എന്നിരുന്നാൽ കൂടിയും നമുക്കിതിൽ പ്രൊമോട്ടേഴ്സ് അതുപോലെ FIDS ഒക്കെ ഇതിലേക്കൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ. കാരണം ഈ സ്റ്റോക്കിൻ്റെ കഴിഞ്ഞ ക്വാർട്ടർ റിസൾട്ടൊക്കെ കുറച്ച് മോശമായതുകൊണ്ടാണ് സ്റ്റോക്ക് താഴത്തോട്ട് ഒന്ന് റിക്കവർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സ്റ്റോക്കുകളാണ് ഇങ്ങനെയുള്ള വീഡിയോസിൽ ഉൾപ്പെടുത്താറുള്ളത്. കാരണം നമ്മൾ ഏറ്റവും ടോപ്പിൽ പോയിട്ട് ഒരു സ്റ്റോക്ക് ഇതുപോലെ റെക്കമെൻഡ് ചെയ്യാറില്ല. നമ്മളത് ഏറ്റവും താഴെ പോയിട്ട് ഒന്ന് റിക്കവറായിട്ട് വരുന്ന സ്റ്റോക്കുകളായിരിക്കും കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, നമുക്കത് ഇതിൻ്റെ ചെറിയൊരു പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക, ROC ഇതൊന്നും അത്ര ഇതെല്ലാം നമ്മൾ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അറിയാം നമുക്ക്. ROC അതുപോലെ ROE ഒന്നും അത്ര പോരാന്ന് തന്നെ പറയാം. ക്യാഷ് ഫ്ലോ കുഴപ്പമില്ല, എങ്ങനെന്നാലും EPS മൈനസാണ്. മൊത്തത്തിൽ കമ്പനി ചെറിയൊരു പ്രശ്നത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റലി അത്രയ്ക്ക് സ്ട്രോങ് അല്ല. മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടെങ്കിലും അത്രയ്ക്ക് പോരാ. പക്ഷേ വരും മാസങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ക്വാർട്ടർ റിസൾട്ടൊക്കെ 1-2 ക്വാർട്ടർ റിസൾട്ടൊക്കെ നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ചിലപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാനും സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ പ്രൊമോട്ടേഴ്സ് 60.79% ഹോൾഡ് ചെയ്യുന്നത്. FIS നോക്കി കഴിഞ്ഞാൽ അവർ സ്റ്റേക്ക് 3.29% ചെയ്യുന്നുണ്ട്. അവരെല്ലാ ക്വാർട്ടറിലും ഇതിലോട്ട് അവർ സ്റ്റേക്ക് കൂട്ടി വരുന്നുണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവ് ഘടകമാണ്. കാരണം ഒരു സ്റ്റോക്കിൽ അവർ അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്യൂച്ചറിൽ അതിൻ്റെ ഒരു ഗ്രോത്ത് കണ്ടിട്ടായിരിക്കും അങ്ങനെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഓരോ ക്വാർട്ടറിലും അവർ കൂട്ടി കൊണ്ടുവരികയാണ്. ഇപ്പോൾ അവസാന ക്വാർട്ടറിലടക്കം 4.85% അവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ DIS ആണെങ്കിലും ആ ഒരു സ്റ്റേക്ക് ആദ്യം 20.46 ഉണ്ടായിരുന്നതാണ്. അതിനുശേഷം അത് അവർ കുറച്ചു. അതിനുശേഷം ഇപ്പോൾ അത് വീണ്ടും കഴിഞ്ഞ ക്വാർട്ടറൊക്കെ ആയിട്ട് പതുക്കെ കൂട്ടിയിട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ 2-3 ക്വാർട്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, 15.34, 15.67%, പിന്നെ 15.85%. അപ്പോൾ അവർ മുൻപ് നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നതിന് ശേഷം അവർ കുറച്ചു, പിന്നെ വീണ്ടും ആ ഇതിലോട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ കാണാത്ത കാര്യങ്ങളൊക്കെ അവരും DISും FIS ഒക്കെ മുൻകൂട്ടി കാണും. അപ്പോൾ അവർ ആ സ്റ്റോക്കിലോട്ട് ഒരു അട്രാക്ഷൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ചാർട്ടിലോട്ട് പോകാം. നമുക്ക് ടെക്നിക്കലി നമുക്ക് എങ്ങനെയാണ് ചാർട്ടിൻ്റെ നോക്കാം. നമുക്ക് NMDC സ്റ്റീൽ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൻ്റെ പേര് 44.16 രൂപയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോക്കിന് ചാർട്ട് വന്ന ഒരുപാട് വരകളാണ്. നമുക്ക് ഇതിലൊരു ട്രെൻഡ് ലൈൻ നോക്കി കഴിഞ്ഞാൽ ഉണ്ടോ, ഒരു ട്രെൻഡ് ലൈൻ ഒരു വീക്ക് ചാർട്ട് എടുക്കാം. വീക്ക് ചാർട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ഒരു താഴത്തൊരു ട്രെൻഡ് ലൈൻ, ഒരു നീല ബ്ലൂ ലൈൻ കണ്ടോ, ആ ലൈനിൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് സ്റ്റോക്ക് എപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നല്ലൊരു പോസിറ്റീവ് കാര്യം എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ നോക്കുമ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ, ഈ ഒരു ബ്ലാക്ക് ട്രെൻഡ് ലൈൻ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ക്യാൻഡിൽ കഴിഞ്ഞ ഒരാഴ്ചത്തെ നല്ലൊരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് അതിന് ശേഷം അതിന് മുകളിൽ ചെറിയ ഡോജി ക്യാൻഡിൽസ് ഫോമായിട്ട് മേലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഞാനിപ്പോൾ കുറച്ച് വരകളൊക്കെ റിമൂവ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അക്യുമുലേഷൻ റേഞ്ചിൽ കാണാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് കളയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ട് ഈ ഒരു 3 ബ്ലാക്ക് ലൈനാണ് നമ്മൾ അക്യുമുലേറ്റ് ചെയ്യേണ്ടത്. കൂടാതെ നമുക്ക് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ആ റെഡ് ലൈനാണ് സ്റ്റോപ്പ് ലോസ്. അപ്പോൾ നിങ്ങളിതിൽ ഏകദേശം റേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ തന്നെ 44.16 രൂപയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ആ റേഞ്ചിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് തുടങ്ങിയിട്ട് വീണ്ടും താഴത്തോട്ട് വരികയാണെങ്കിൽ 37.50 നമ്മൾ വീണ്ടും ആഡ് ചെയ്യും. അതിനുശേഷം വീണ്ടും താഴത്തോട്ട് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 രൂപ നമ്മൾ ആഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ സ്റ്റോക്ക് വീണ്ടും താഴത്തോട്ട് പോകുകയാണെങ്കിൽ 29.50 നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എക്സിറ്റ് ചെയ്യും.
അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം ഈ സ്റ്റോക്കിൻ്റെ നമ്മൾ പറഞ്ഞല്ലോ ആ ഒരു സപ്പോർട്ടിൽ നിന്ന് റിക്കവറായി വരികയാണ്. കൂടാതെ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ആയിരുന്നു, അതും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 പോസിറ്റീവ് കാര്യങ്ങൾ കൂടാതെ ടെക്നിക്കലി നോക്കുമ്പോൾ ആ 2 പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. ഫണ്ടമെൻ്റലി നോക്കുമ്പോൾ FIAസും DAസും ഒരു സ്റ്റേക്ക് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ 2 കാര്യങ്ങളാണ് നമ്മളിതിൽ പോസിറ്റീവായിട്ട് കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ക്ലിയറായിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു സ്ക്രീൻഷോട്ട് പോലെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, കുറച്ചുകൂടി വ്യക്തമാകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്കുണ്ട് ഈ ഒരു രീതിയിൽ ഞാൻ ഒന്ന് ക്രിയേറ്റ് ചെയ്താണ്. ഒരു 30,000 രൂപ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാനാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ ഫണ്ടിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് സ്റ്റോക്കിൻ്റെ പേര് ഞാൻ പഴയ ഒരു വീഡിയോ ചെയ്തതിൻ്റെയാണ്. ചമ്പൽ ഫെർട്ടിലൈസർ അല്ല, സ്റ്റോക്കിൻ്റെ പേര് നമ്മൾ പറഞ്ഞ പോലെ NMDC സ്റ്റീലാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ നമ്മൾ പറഞ്ഞ റേഞ്ച് 44.16 നമ്മൾ ആ ഫസ്റ്റ് ക്വാണ്ടിറ്റി ആഡ് ചെയ്യേണ്ടത്. വീണ്ടും സ്റ്റോക്ക് താഴത്തോട്ട് വരികയാണെങ്കിൽ 37.4, അതിനുശേഷം വീണ്ടും സ്റ്റോക്ക് താഴത്തോട്ട് വരികയാണെങ്കിൽ 32 ലെവലിൽ നമ്മൾ വീണ്ടും ആഡ് ചെയ്യും. അപ്പോൾ ആവറേജ് വരുന്നത് 38ആണ്. ഈ 3 റേഞ്ചും ആക്റ്റീവ് ആവുകയാണെങ്കിൽ നമുക്ക് വരുന്ന ആവറേജ് പ്രൈസ് 38 ആയിരിക്കും. സ്റ്റോപ്പ് ലോസ് 29.5 നമുക്ക് ടോട്ടൽ വരുന്ന റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23% റിസ്ക് നമുക്ക് ഇതിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടാർഗറ്റായിട്ട് നമുക്ക് എങ്ങനെയും ഒരു 40% മുകളിൽ നമുക്ക് ടാർഗറ്റ് ഇതിലേക്ക് വെക്കാവുന്നതാണ്. ഇപ്പോൾ കറൻറ്റ് ഈ 3 റേഞ്ചും ആക്റ്റീവ് ആവുകയാണെങ്കിൽ നമുക്ക് 40% മുകളിൽ ടാർഗറ്റ് വെക്കാം. അതല്ല 1, 2 ഇപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ലൈനിൽ ആക്റ്റീവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള റിസ്ക് റിവാർഡ് നമുക്ക് ഫോളോ ചെയ്യാം. ഇപ്പോൾ 1:2 ഒക്കെ റിസ്ക് റിവാർഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിതുപോലെ വീഡിയോസ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൂടുന്നതാണ്. അതെല്ലാം ആരും ലൈക്കും ഷെയറും സപ്പോർട്ടും ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവില്ല. കാരണം നമ്മൾ പൊതുവേ നമ്മൾ ഈ സ്വിംഗ് ട്രേഡിങ്ങുള്ള സ്റ്റോക്കുകളാണ് പൊതുവേ ചെയ്യാറ്. അതും വ്യൂവേഴ്സൊക്കെ വളരെ കുറവാണ്. ഒരു 100 പേര് 150 പേരൊക്കെ കാണുന്നുള്ളൂ. പക്ഷെ അത് കുഴപ്പമില്ല, കാരണം നമ്മൾ പഴയൊരു വീഡിയോ ചാനൽ ഉണ്ടായിരുന്നു, നല്ല വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് ആ ചാനൽ ചെറിയ ഇഷ്യൂ വന്നിട്ട് പോയത്. അപ്പോൾ ഞാനിപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കാറുമില്ല ചാനലിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വീഡിയോസ് ചെയ്യണം, ആ ഒരു എന്താ പറയുക, ഒരു മടി മാറാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് നമുക്ക് ഇതിൽ നിന്ന് പോകുന്നൊന്നും കിട്ടിയിട്ടൊന്നുമല്ല. കാണുന്നവർക്കൊക്കെ ബിഗിനേഴ്സിന് ആളുകൾക്ക് ഒരു ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഡെയിലി വീഡിയോസ് ഇങ്ങനെ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ ടെക്നിക്കലി അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്ന് ജോയിൻ ചെയ്യാം. കാരണം അതിൽ നമ്മൾ നല്ല സ്റ്റോക്കുകൾ, പിന്നെ ചില ദിവസങ്ങൾ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളുടെ ഒക്കെ ഡൗട്ടുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എൻട്രി പ്രൈസൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ടെക്നിക്കലി അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നാളെ കുറച്ച് സ്വിങ്ങിൻ്റെ സ്റ്റോക്കുകളായിട്ട് കാണാം. താങ്ക്